ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉറക്കം വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ റൂമിൽ നിന്ന് നേരെ വാഷ്റൂമിലോട്ട് പോകാൻ കേട്ടോ. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യാത്ത പോലെ ഞാൻ അഭിനയിച്ചിട്ടൊക്കെ ആട്ടോ പോകുന്നത്. എന്നിട്ട് നേരെ നമ്മൾ കിച്ചണിലോട്ട് കയറുവാണ് കേട്ടോ. രാവിലത്തെ തന്നെ നമ്മുടെ മോർണിംഗ് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞാൽ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇന്നലെ തലേദിവസം കഴുകി വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉണങ്ങി വെള്ളം ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അത് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് സാറക്കുട്ടിക്ക് പാല് രാവിലെ ഞാൻ കാച്ചി കൊടുക്കും. അവൾ ഉറക്കമായിരിക്കും, പക്ഷെ അത് ഫീഡ് ചെയ്തോളും കേട്ടോ. നമ്മൾ കുപ്പിയിലാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾ കുടിച്ചോളും. പിന്നെ എനിക്കും സാറക്കുട്ടിക്കും നല്ല പനിയും കഫക്കെട്ടും ഒക്കെയാണ്. ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പോലും എൻ്റെ വോയിസ് ഭയങ്കര മോശമായിരിക്കും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കഫക്കെട്ടിൻ്റെ ഒരു നെഞ്ചിനകത്തൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ അതാ പാല് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പം ചട്ടപ്പിടിച്ചേന്ന് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ മിനി ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിചാരിച്ചത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങളായിട്ട് കാണിച്ചാണ് നമ്മുടെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇത് രാവിലെ പാലപ്പവും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ പാലപ്പം ഞാൻ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അച്ചാച്ചന് സാറക്കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. പാലൊക്കെ ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അച്ചാച്ചനെ വിളിക്കത്തുള്ളൂ. സാറക്കുട്ടി പിന്നെ തന്നെ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് സാധാരണ എണ്ണീറ്റ് വരാറ് കേട്ടോ. അപ്പോൾ അതാ ഒരു പാലപ്പം ചുട്ടു, അടുത്തതൊക്കെ ഇനി ചുട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നല്ലതാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഇഷ്ടത്തിന് എടുത്ത ഒരു വീഡിയോ ആണ്. ഇങ്ങനെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ഞാൻ തലേദിവസമേ കറികളൊക്കെ വെച്ച് വെക്കും. അപ്പോൾ കുറച്ച് ചിക്കൻ മാത്രം എടുത്തിട്ട് നല്ലപോലെ പുരട്ടിയെടുത്ത ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. എന്നിട്ടിതാ ചായ വെക്കുകയാണേ. അച്ഛന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് വേണ്ടി മാത്രമുള്ള ചായയാണ്, കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചായ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അത്യാവശ്യം കടുപ്പത്തിലുള്ള ചായയാണ് കേട്ടോ അച്ഛനൊക്കെ ഇഷ്ടം. അപ്പോൾ അച്ഛൻ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അച്ഛൻ എന്തേ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. യൂണിഫോം ഒക്കെ ഇട്ടു, ആൾ റെഡിയായി. അപ്പോൾ സാറേ എപ്പോഴും നല്ല ഉറക്കമാണ്, എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തേക്കിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മതി. അച്ഛൻ ഇറങ്ങാണ് കേട്ടോ. ഇത് വീഡിയോ ചെയ്യുന്നതുകൊണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഞാനൊരു ഇങ്ങനെയൊക്കെയാണ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. എന്റെ സുന്ദരി പെണ്ണിന് പനിയാണ് അല്ലേ? അപ്പൊ ഇതാ സാറക്കുട്ടിക്ക് ഇന്നലെ അപ്പ മേടിച്ചു കൊടുത്തൊരു പുതിയ ഷൂ ആണ്. അപ്പൊ രാവിലെ എണ്ണീറ്റ് പല്ലതൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഇടണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇട്ട് തരാൻ കയറി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊന്ന് ആവി പിടിപ്പിക്കാൻ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഫക്കെട്ടുണ്ട്. അപ്പം ഞാൻ ആവി പിടിപ്പിക്കുന്നുണ്ട്. കുറച്ചു നേരമൊക്കെ ഇരിക്കും, പിന്നെ ഇപ്പോൾ എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി എടുത്തു. പനിയുമാണ്. പിന്നെ ഞങ്ങൾക്കിപ്പം 8 നോയമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 1 തൊട്ട് 8-ാം തീയതി വരെ നമുക്ക് മാതാവിൻ്റെ നോയമ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കഞ്ഞിയും മാങ്ങ അച്ചാറും ബീൻസ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. മാങ്ങാച്ചാർ ഇവിടുന്ന് വാങ്ങിച്ചാണ്. അപ്പം ഞാനതിങ്ങനെ കാണിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചാർ. അച്ചാച്ചൻ്റെ അമ്മ മാങ്ങാച്ചാർ ഇടും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കടുവ് മാങ്ങാച്ചാർ എന്നൊക്കെ പറയത്തില്ലേ, അടിപൊളിയായിട്ട് അമ്മ വെക്കും കേട്ടോ മാങ്ങാച്ചാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിന്നെ ഇപ്പോൾ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, കടയിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉച്ചമയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എണ്ണീറ്റിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സാറക്കുട്ടിക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അപ്പം ഞാനിത് നാളെ രാവിലത്തേക്കിനുള്ള സാമ്പാറിനുള്ള കഷ്ണങ്ങളല്ല, സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറും ഇഡ്ഡലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നും ഒരേ ടേസ്റ്റിലുള്ള സാമ്പാർ വെച്ച് കഴിച്ച് മടുത്തു എന്നുള്ളൊരവസ്ഥയായിപ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീലിൽ കണ്ടാണ്. നിങ്ങളൊക്കെ പലരും വെക്കുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്കതൊരു പുതിയ അറിവായിരുന്നു. അതായത് നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉഴുന്നുപരിപ്പും നമ്മുടെ ജീരകമൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും ഇതിന് വേറൊരു ടേസ്റ്റ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചിടുക. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ
എപ്പോഴും അങ്ങനെ തന്നെയാണ് സാമ്പാർ വെക്കാറ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും, എനിക്ക് പുതിയ അറിവായതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുട്ടി സാമ്പാർ വെക്കാവേ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മുടെ ഈ വിൻഡോയ്ക്കകത്തുനിന്ന് ഭയങ്കരമായിട്ട് വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ. കിച്ചണിനകത്തോട്ട് ഭയങ്കര ചൂടാണെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ. അപ്പോൾ ആ വെട്ടം ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റിക്കർ വാങ്ങിച്ച വിൻഡോ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കിച്ചണിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഒട്ടിക്കാം. ഏതായാലും ഇനി അതങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ എനിക്ക് ആ കിച്ചണിൻ്റെ നമ്മുടെ സ്ലാബൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മൾ പാതകം എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ആ സൈഡ് വഴി ഞാൻ ചുമ്മാ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്നതോടെ നമ്മുടെ ഗ്യാസ് വെച്ചതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ, അപ്പോൾ അത് കറക്റ്റ് എനിക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അത്രയും ഒട്ടിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്താ എന്നെ കൊണ്ടാവുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ അത് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്ന് പ്രത്യേകിച്ച് ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല, എന്നാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കും, സാറക്കുട്ടിക്ക് ഫുഡ് കൊടുക്കും, മച്ചാച്ചൻ്റെ കുട്ടിക്ക് പോയി വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് കാണിച്ച് വലിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബൈ.